ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉംറയും ഹജ്ജും നിർവഹിക്കാൻ വേണ്ടി വിശ്വാസികളായ ആളുകൾ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തുടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഓരോ വർഷവും മക്കയിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ആളുകൾ വളരെ അധികമാണ് ഈ കാലഘട്ടത്തിൽ. സാധാരണ ഒരു വർഷം അവിടെ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് 25 ലക്ഷത്തോളം ആളുകൾ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി സാധാരണ മട്ടിൽ വരുന്നുണ്ട്, പ്രത്യേക തടസ്സങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ. ഈ ആളുകളൊക്കെയും ഹജ്ജിന് പുറപ്പെടുന്നത്, ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും ശാരീരിക അധ്വാനവും ചിലപ്പോഴൊക്കെ ക്ലേശങ്ങളും സഹിച്ചുകൊണ്ടും യാത്രയുടെ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടുമൊക്കെ പോകുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണഗതിയിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ 10-40 ദിവസങ്ങളൊക്കെ യാത്രക്കും തിരിച്ചുള്ള യാത്രക്കും അവിടെ തങ്ങാനുമായിട്ടൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു യാത്ര, ഒരു പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, അതാണ് ഹജ്ജ് കർമ്മത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ നമസ്കാരം നിർവഹിക്കാറുണ്ട്, അത് ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചും നമ്മൾക്ക് നിർവഹിക്കാം. പള്ളിയിൽ നിർവഹിക്കുമ്പോൾ അതിന് പുണ്യം കൂടുന്നു എന്ന് മാത്രം. സക്കാത്ത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾക്കത് ബാധ്യത വരുമ്പോൾ അത് നിർവഹിക്കേണ്ടി വരുന്നു, എവിടെയാണെങ്കിലും അത് ചെയ്യാം. നോമ്പ് അതിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നമ്മൾക്കത് നിർവഹിക്കാം. പക്ഷെ ഹജ്ജിന്റെ കാര്യം മാത്രം അല്പം വ്യത്യസ്തമാണ്. അത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾക്ക് നിർവഹിക്കാൻ കഴിയില്ല. അത് നിർവഹിക്കാൻ മക്കയിലേക്ക് തന്നെ യാത്ര ചെയ്യേണ്ടതുണ്ട്. തവാഫ് നിർവഹിക്കാവുന്ന ലോകത്തെ ഏക സ്ഥലം കഅബ മാത്രമാണ്. മറ്റൊരു സ്ഥലങ്ങളിലും തവാഫ് ചെയ്യാൻ അനുവാദമില്ല. ജാറങ്ങളിലോ പ്രതിഷ്ഠകളിലോ അതുപോലെയുള്ള കേന്ദ്രങ്ങളിലൊന്നും ഇങ്ങനെ ചുറ്റിത്തിരിയാൻ ആർക്കും അവകാശമില്ല. ശിർക്ക് കലർന്നതാണ് അതൊക്കെ. ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകത, അത് ഈ അധ്വാനവും ശ്രമവും ഒക്കെ നടത്തി നിർവഹിക്കുമ്പോൾ അതിന് വലിയ പുണ്യം അള്ളാഹു നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അഥവാ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളൊന്നുമില്ലാതെ പുണ്യകരമായി, മബ്രൂർ, പുണ്യകരമായ ഒരു ഹജ്ജ് നിർവഹിക്കുന്നവന് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്ത ഒരു പ്രതിഫലവുമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇത് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, ഇത് വലിയൊരു പുണ്യകർമ്മമാണ്, വലിയൊരു ആരാധനയാണ്, ഒരു യാത്രയല്ല. ചില സഹാബിമാർ പറഞ്ഞതുപോലെ, അർ റുകാബു കസീറുൻ വൽ ഹുജ്ജാജു ഖലീലുൻ, ധാരാളം യാത്രക്കാർ വരുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നവർ കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ഒരു യാത്രാ സംഘമായിട്ട് പോകാനല്ല, സാധാരണ ഒരു ടൂർ പോകുന്നത് പോലെയുള്ള ഒരു യാത്രയുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം സമ്പാദിക്കാൻ വേണ്ടി
കൽപ്പിച്ചിട്ടുള്ള ഒരു ആരാധനാ കർമ്മത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ആർക്കാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്? നമ്മളത് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ചില അവ്യക്തതയും തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ട്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യം, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. യാത്ര ചെയ്ത് കഅബാലയത്തിൽ എത്താൻ കഴിയുന്ന ഒരാൾക്ക് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ബാധ്യതയാണ്, നിർബന്ധമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. വേണമെങ്കിൽ ചെയ്യാമെന്നല്ല. അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഒത്തുകഴിഞ്ഞാൽ, പോകാനുള്ള എല്ലാ സങ്കേതങ്ങളും തീരുമാനമായി കഴിഞ്ഞാൽ അയാൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അത് അള്ളാഹുവിനോടുള്ള ജനങ്ങളുടെ ബാധ്യതയാണ്. വലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് എന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നു. വമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ. അത് നിർവഹിക്കാതെ നിഷേധിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ അള്ളാഹു സ്വയാശ്രയനാണ്, ആരെയും ആശ്രയിക്കേണ്ടതില്ല. നിങ്ങളുടെ ആരുടെയും ഒരാരാധനയും കിട്ടിയിട്ട് അള്ളാഹുവിന് ഒന്നും നേടാനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോളൂ എന്നാണ് അതിനർത്ഥം. നമ്മുടെ നന്മക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ്. അപ്പൊ ഒരു സൗകര്യം അതിന് ലഭിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ്. ഹജ്ജ് നിർവഹിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ നോക്ക്, നമസ്കാരത്തിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. കിതാബൻ മൗഖൂതൻ. അള്ളാഹു പറയുന്നത് സമയം നിർണയിച്ച നിർബന്ധ ബാധ്യതയാണ് നമസ്കാരം. സമയമായാൽ നിസ്കരിക്കണം, സമയം തെറ്റിക്കാൻ പറ്റില്ല. അതിനു മുമ്പും പറ്റില്ല, പിന്നീട് പറ്റില്ല, ഇളവുകളുള്ളവർക്കല്ലാതെ. നമസ്കാരം സമയമായാൽ സമയം നിർണിതമാണ്, നിർവഹിച്ചു കൊള്ളണം. നോമ്പ് നമുക്കറിയാം, നോമ്പിന് റമദാൻ മാസത്തിൽ അയ്യാമൻ മഅദൂദാത്ത്, നിശ്ചിതമായ ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നോമ്പ് ആ മാസത്തിലെ നോൽക്കാവൂ. അതായാൽ എല്ലാവരും നോറ്റുകൊള്ളണം, നിർബന്ധമാണ്. സക്കാത്തിന് സമയനിർണയമുണ്ട്. സക്കാത്ത് ഹാലൽ ഹൗൽ എന്നാണ്. ഒരു വർഷം പൂർത്തിയായാൽ സക്കാത്ത് കൊടുത്തു തുടങ്ങണം. കൃഷി വിഭവങ്ങൾക്ക്, കാർഷിക വിഭവങ്ങൾക്ക് ആതു ഹഖഹു യൗമ ഹസാദിഹി, വിളവെടുക്കുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കണം. എല്ലാറ്റിനും സമയമുണ്ട്, സമയം നിർണയിച്ച്. ഹജ്ജിനും സമയം നിർണയിച്ചിട്ടുണ്ട്. മാസങ്ങൾ, അൽ ഹജ്ജ് അഷ്ഹുറുൻ മഅലൂമാത്ത്, നിശ്ചയിക്കപ്പെട്ട മാസങ്ങളിലാണ് അത് നിർവഹിക്കേണ്ടത്. പിന്നെ ആർക്കാണത് നിർബന്ധമാകുന്നത്? നമസ്കാരം പ്രായപൂർത്തിയായാൽ ആഖിലും ബാലിഗും എന്നൊക്കെ നമ്മൾ പറയുന്ന ബുദ്ധിസ്ഥിരതയുള്ള ആളുകൾക്ക് നിർബന്ധമാണ്. എല്ലാ ആരാധനാ കർമ്മങ്ങളും അങ്ങനെയാണ്. ഹജ്ജും അതുപോലെ നിർബന്ധമായ ഒരു കർമ്മമാണ്. ഹജ്ജും അതുപോലെ നിർബന്ധമായ ഒരു കർമ്മം. സമയമായാൽ നീട്ടിവെക്കാൻ പാടില്ലാത്ത നിർബന്ധം, നീട്ടിവെക്കാൻ പാടില്ലാത്ത നിർബന്ധം. വമൻ അറാദൽ ഹജ്ജ ഫലയതഅജ്ജൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അങ്ങനെയാണ്. ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലയതഅജ്ജൽ, അവൻ നേരത്തെ അത് നിർവഹിക്കട്ടെ എന്നാണ്. വാർദ്ധക്യത്തിലേക്ക് നീട്ടിവെക്കാനല്ല. ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഇനി ഒരിടപാടും ബാക്കിയില്ല, മരിച്ചു പിരിയാൻ നിൽക്കുന്നിടത്ത് പോയി ചെയ്യേണ്ട അവസാനത്തെ കർമ്മമല്ല ഹജ്ജ്. ഇതൊക്കെ നമ്മളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളാണ്. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലയതഅജ്ജൽ, അവൻ നേരത്തെ നിർവഹിക്കട്ടെ എന്നാണ്. ഏറ്റവും നേരത്തെ ആ കർമ്മം നിർവഹിച്ച് തന്റെ ബാധ്യത നിർവഹിച്ച്, ഒന്നേ നിർവഹിക്കേണ്ടതുള്ളൂ ബാധ്യതയായിട്ട്. ആ ബാധ്യത അയാൾ നിർവഹിച്ചിരിക്കണം എന്നാണ്. എന്ന് റസൂല് പറയുന്നത് യംറുദുൽ മറദ്, നീട്ടിവെച്ചാൽ രോഗം വന്ന് ഭവിക്കാം, രോഗിയായി മാറാം, അപ്പോൾ ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് അവൻ നേരത്തെ ചെയ്യട്ടെ. രണ്ടാമത് പറഞ്ഞ യാത്രാക്ലേശം ഉണ്ടാവാം, യാത്രാക്ലേശം വരാം, നേരത്തെ ചെയ്യട്ടെ. മൂന്നാമത് പറഞ്ഞാൽ ഹാജാത്ത്, പുതിയ പുതിയ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നിൽ വന്ന് ചേരും, പോകാൻ കഴിയാതെ വരും. 3 കാര്യങ്ങൾ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് ഹജ്ജ് ഉദ്ദേശിക്കുന്നവൻ ഏറ്റവും നേരത്തെ അത് ചെയ്യട്ടെ എന്നാണ്. ആദ്യം പറഞ്ഞ രോഗം, ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ കഴിയുന്ന, ചെയ്യേണ്ട ഒരു കർമ്മമാണത്. വാർദ്ധക്യത്തിലേക്ക് നീട്ടിവെക്കേണ്ടതല്ല, ആരോഗ്യമുള്ള സമയത്താണ് ചെയ്യേണ്ടത്. നല്ല യുവത്വത്തിലാണ് ഹജ്ജ് ചെയ്യേണ്ടത്.
അപ്പോഴത് ചെയ്യാൻ വൃത്തിയായും ഭംഗിയായും ചെയ്യാനും സാധിക്കൂ. കാരണം ആരോഗ്യപരമായ ആവശ്യമുള്ള ഒരു കർമ്മമാണ്. ഒരു നമസ്കാരം നോമ്പ് പോലെയല്ല, യാത്ര ആവശ്യമുണ്ട്. യാത്രയിൽ തന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആരോഗ്യപരമായ ആവശ്യമുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് അത് ചെയ്യട്ടെ. യാത്രകളുടെ തടസ്സങ്ങൾ വരുന്നതിന് മുമ്പ് അവൻ ചെയ്യട്ടെ. മറ്റു ആവശ്യങ്ങൾ വന്ന് പോകാൻ കഴിയാത്ത തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ഹജ്ജ് ചെയ്യട്ടെ എന്നാണ്. മറ്റു ആവശ്യങ്ങൾ എന്താണ്? ജീവിതത്തിൽ പ്രായം കൂടുമ്പോൾ, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാരാബ്ധങ്ങൾ കൂടുമ്പോൾ, ജീവിതവും കുടുംബവുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകൾ വർദ്ധിക്കുമ്പോൾ പലതരം തടസ്സങ്ങൾ കയറി വരും. ആ തടസ്സങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ബാധ്യത എന്ന നിലക്ക് മറ്റു 3 ആരാധനാ കർമ്മങ്ങളെ പോലെയും ഈ ഹജ്ജും അയാൾ സമയമെത്തിയാൽ നിർവഹിക്കണം എന്നാണ് അല്ലാഹു റസൂൽ പറയുന്നത്. സബീല, കഴിയുന്ന ആളുകൾ, യാത്രാ മുഖേന അവിടെ എത്താൻ കഴിയുന്ന ആളുകൾ ഹജ്ജ് ചെയ്തണമെന്നാണ്. എന്താണ് ഈ എത്തിച്ചേരാനുള്ള മാർഗം? ഒന്ന്, അയാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവണം. അയാൾക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നിർബന്ധമാണ്, നീട്ടിവെക്കാൻ പാടില്ല. യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം. നിയമ തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ബാധ്യതയില്ല. നിയമ തടസ്സം ഉണ്ടെങ്കിൽ അയാൾക്ക് ബാധ്യതയില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒത്തുചേർന്നാൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. നമ്മുടെ ഇടയിൽ ഈ കാര്യത്തിൽ അല്പം ഉദാസീനതയുണ്ട്. ചില തെറ്റിദ്ധാരണകളാണ് അതിന് കാരണം. പല ആളുകളും മുമ്പൊക്കെ ധരിച്ചിരുന്നത് വാർദ്ധക്യത്തിലെ ഹജ്ജ് ചെയ്തുകൂടൂ എന്നാണ്. യുവാക്കൾ ആരെങ്കിലും ഒക്കെ ഹജ്ജ് ചെയ്തു വന്നാൽ അതൊരു അത്ഭുതമായി കാണുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഏറെക്കുറെ അത് മാറിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായിട്ടും അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് അത് ഏറെക്കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകണമെങ്കിൽ, സ്വമേധയാ ഒരാൾക്ക് പോകണമെങ്കിൽ കുറച്ചൊക്കെ പ്രായം ചെന്ന് ഒരു പ്രത്യേക ഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഒന്നിനും പണം ആവശ്യമില്ല, എല്ലാം കഴിഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന പണമുണ്ടെങ്കിൽ പോകാം എന്നിടത്ത് നിൽക്കുന്നത് ശരിയായ നിലപാടല്ല. പണം ചെലവഴിച്ച്, കുറച്ച് അധ്വാനമൊക്കെ ചെലവഴിച്ച് തന്നെ ഒരു ഇബാദത്ത് ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്കായിട്ടില്ല എന്ന് പറയുന്ന പല ആളുകളുമുണ്ട്. ശരിയല്ല നിലപാട്, നമ്മൾ പരിശോധിക്കണം. അത് എനിക്കിപ്പോൾ ആയിട്ടില്ല എന്ന് പറയണ്ടല്ലേ, എനിക്കാവും. സാമ്പത്തിക ചെലവുണ്ട്, സാമ്പത്തികമായിട്ട് കയ്യിലുണ്ടാകും, അത് ചെലവാകും. ഇപ്പോൾ കൂടുതൽ ചെലവുകൾ വരുന്നു, ഇനി ഇതിലേറെ വരുന്നു ഓരോ വർഷം കഴിയുമ്പോഴും. അപ്പൊ ഈ ചെലവുകളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാറില്ലേ? ബാക്കി കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഒരു കല്യാണം വന്നാൽ നമ്മളതൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും, ഒരു പ്രശ്നം നമ്മൾക്കില്ല. ഒരു കല്യാണത്തിന് നമ്മൾ ആർഭാടമായി നടത്താൻ, ഒതുക്കി നടത്താവുന്ന ചിലപ്പോൾ ആർഭാടമായിട്ട് നടത്തും നമ്മുടെ രീതിയൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പ്രശ്നവും നമ്മളില്ല, അവിടെ നടത്തുന്നില്ല, തീരുമാനിക്കാറില്ല, നടത്തും. കാരണം അത് അങ്ങനെയാണ്. എന്നാൽ ഹജ്ജിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് അവിടേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നല്ല വീടുണ്ടാക്കണം, ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ അതിന് നമ്മൾ എന്ത് ക്ലേശവും സഹിക്കും. പക്ഷെ ഹജ്ജിനെ സംബന്ധിച്ച് ഒരു ഇബാദത്ത് നിർവഹിക്കുന്നിടത്ത് നമ്മൾക്കതില്ല. നമ്മുടെയൊക്കെ വാഹനങ്ങൾ നോക്കൂ നിങ്ങൾ, ഏറ്റവും വില കൂടിയത് വാങ്ങാൻ നമ്മൾ ശ്രമിക്കുന്നത് മോശമായ കാര്യമൊന്നുമല്ല. പക്ഷെ ഹജ്ജിനെ സംബന്ധിച്ച് ഈ നിലപാട് എന്താ നമ്മൾക്കില്ലാത്തത്? ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. നമ്മുടെ നമസ്കാരം, സക്കാത്ത്, നോമ്പ് പോലെയുള്ള ഒരു കർമ്മമാണ് ഹജ്ജ്. അത് കഴിയുന്ന ആളുകൾ നിർവഹിച്ചേ പറ്റൂ. ഇപ്പൊ നമ്മുടെ സ്ത്രീകളെ നിങ്ങൾ നോക്കുക, അവരുടെ കയ്യിലൊക്കെ സ്വർണമുണ്ടാവും, അവരുടെ തന്നെ സ്വർണമുണ്ടാവും. ആ സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും, ദേഹത്ത് അണിഞ്ഞിട്ടുണ്ടാവും. ലക്ഷങ്ങൾ വില വരുന്ന സ്വർണം കയ്യിൽ വെച്ചുകൊണ്ട് എനിക്ക് ഹജ്ജിന് പോകാൻ കാശില്ല എന്ന് പറയുന്നു. നിങ്ങളത് പടച്ചവന്റെ മുമ്പിൽ പറഞ്ഞിരിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്ക്. പടച്ചവന്റെ മുമ്പിൽ പറഞ്ഞിരിക്കാൻ പറ്റുന്നത് ന്യായമായിരിക്കും അത്? എനിക്ക് ഹജ്ജിന് പോകാൻ കാശില്ല. സ്വർണ്ണല്ലേ അത്? സ്വർണ്ണല്ലേ, കാശില്ലല്ലോ. ആളുകൾ ചോദിക്കാറുണ്ട്, സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ ആളുകൾ ചോദിക്കും, അപ്പൊ അത് സ്വർണ്ണല്ലേ, വേറെ കൈ കൊടുക്കാൻ കാശില്ല എന്ന്. അപ്പൊ ഇതിന് വേറെ കാശ് വേണ്ട. ഇതിന് നമ്മൾ പണം ചെലവഴിച്ച്, ഗൗരവമായിട്ട് മനസ്സിലാക്കുക, പണം ചെലവഴിച്ച് പോകേണ്ട ഒരു ആരാധനാ കർമ്മമാണത്. സാമ്പത്തിക ക്ലേശം നമ്മൾ അനുഭവിക്കും, അതിന്റെ പേരിൽ അത് ഉണ്ടാകും. എന്നാലും പോണം. നോക്കൂ, നാട്ടിൽ നിന്ന് പോകുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ എനിക്കറിയാം.
ജോലി ചെയ്യുന്ന സ്ത്രീകൾ കിട്ടുന്ന ശമ്പളം മാസാമാസം ചെറിയ ശമ്പളമാണ് അവർക്ക് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. ആ വരുമാനം ആ തരുന്ന ആളുടെ കയ്യിൽ തന്നെ, മുതലാളിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ച് വർഷങ്ങളോളം ജോലി ചെയ്ത് ആ സമ്പാദ്യം കൊണ്ട് ഹജ്ജിന് നിയ്യത്ത് ചെയ്ത് ആ പണം പൂർത്തിയായപ്പോൾ, ആവശ്യത്തിന് പണമായപ്പോൾ ഹജ്ജിന് പോയിരുന്ന ആളുകൾ എനിക്കറിയാം. അത് ആ നിയ്യത്താണ്, ആ തീരുമാനമാണ്. നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. ഹജ്ജ് ചെയ്യൽ എന്റെ ബാധ്യതയാണ്, ആ ബാധ്യതയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു, എനിക്ക് ആ പണം എത്തിയിട്ടുണ്ട്, സൗകര്യം എത്തിയിട്ടുണ്ട്, നീട്ടിവെക്കാൻ പാടില്ല. സമയമായാൽ അത് നിർവഹിക്കണമെന്നാണ്. പല ആളുകളും ഇതിന് തടസ്സമായി പറയുന്ന ഒരു ന്യായമുണ്ട്, കടമുണ്ട് എന്നാണ്. ഒരു ന്യായമാണത്. കടമുള്ള ആളുകൾ കടം വീട്ടേണ്ടതുണ്ട്. പക്ഷെ കടവും ഒരാളുടെ കടബാധ്യതയും ഹജ്ജും തമ്മിൽ നേർക്കുനേരെ ബന്ധമൊന്നുമില്ല. കടം എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ആർക്കാ കടമില്ലാത്തത്? എല്ലാ ആളുകളും. ആ കടബാധ്യതയും അയാളുടെ ഹജ്ജ് നിർവഹണവും തമ്മിൽ നേർക്കുനേരെ ബന്ധമൊന്നുമില്ല. പിന്നെ അത് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? ഒരാൾക്ക് ഭീമമായ ഒരു സംഖ്യ കടമുണ്ട്, അത് വളരെ അത്യാവശ്യമായി വീട്ടിൽ കൊടുക്കേണ്ടതാണ്, അർജന്റായിട്ട് വീട്ടേണ്ട കടമാണ്. അതൊന്ന് വീട്ടാൻ ഒരു താല്പര്യവും കാണിക്കാതെ അലസമായി ഉദാസീനമായിട്ടും അത് വിടുക, വേറെ കാശൊക്കെ ഉണ്ടാക്കി എങ്ങനെ ഹജ്ജിന് പോയി അങ്ങനെ ഹജ്ജ് നിർവഹിച്ചു വരിക എന്ന് പറയുന്ന രീതിയോടാണ് കടം ബന്ധപ്പെടുന്നുള്ളൂ. അല്ലാത്ത നിലക്ക് കടമുണ്ടാകും, അത് വീട്ടാനുള്ള സാധ്യതയും വകുപ്പും വേറെ ഉണ്ടാകും. ചിലപ്പോൾ അവധിക്കടങ്ങളായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. അയാൾക്ക് ഹജ്ജ് ചെയ്യുന്നതിന് വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ല, ആ കടം ഒരു തടസ്സമായി മാറുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ഹജ്ജിന് പോകണം. ആ കടവും ഹജ്ജും തമ്മിൽ നേർക്കുനേരെ ബന്ധമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് ആളുകളെ. മക്കയിലോ തൊട്ട പരിസരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊരു ഹജ്ജ് നിർവഹിക്കാൻ ചിലപ്പോൾ പ്രത്യേക സാമ്പത്തിക ചെലവൊന്നും ഉണ്ടാവില്ല. എന്നാലും പല ആളുകളും ഹജ്ജ് നിർവഹിക്കാതെ നിൽക്കുന്നത് കാണാറുണ്ട്. എന്താ ഹജ്ജ് ചെയ്യാത്തത്? വർഷങ്ങളായല്ലോ, എനിക്ക് കടമുണ്ട്. എന്ത് കടം? എനിക്ക് വിസക്ക് കടം വാങ്ങിയ പൈസ ചെലവായതുണ്ട്, വീടുണ്ടാക്കാനുണ്ട്, അങ്ങനെ ഓരോ കാരണങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. ഈ കടമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യാറില്ല എന്നാ. ആ കടവും ഇയാളുടെ ഹജ്ജും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് ഹജ്ജിന് പോയാലും പോയിട്ടില്ലെങ്കിലും ആ കടം അയാൾ വീട്ടേണ്ടി വരും. ഹജ്ജിന് പോയതിന്റെ പേരിൽ ആ കടം വീട്ടാതെ പോകുന്ന പ്രശ്നവുമില്ല. അയാൾക്കൊരു പൈസയും ചെലവില്ലാതെ അല്ലെങ്കിൽ ചെറിയ ചെലവിൽ ഹജ്ജ് നിർവഹിക്കാം. അപ്പൊ കടവും ഹജ്ജും തമ്മിൽ നേർക്കുനേരെ ബന്ധമില്ല. അയാൾ കടം വീട്ടാൻ താല്പര്യം കാണിക്കാതെ ഹജ്ജ് നിർവഹിക്കാൻ ഏതെങ്കിലും തരത്തിൽ മുതിരുമ്പോഴാണ് അതൊരു വിമർശന വിഷയമായി മാറുന്നത്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾക്ക് പണമുണ്ട്, യാത്രക്ക് സൗകര്യമുണ്ട്, മറ്റു ക്ലേശങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഉള്ള കടം അവധി കടമാണ്, വീട്ടാൻ സൗകര്യമുണ്ട്, ഏർപ്പാടാക്കാൻ കഴിയും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഹജ്ജ് നിർവഹിക്കണം, ഹജ്ജിന് വേണ്ടി ഒരുങ്ങണം, മാനസികമായി തയ്യാറാവണം. ചില ആളുകളൊക്കെ ഈ കടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആളുകൾ പറയാറുള്ളത്, ഇങ്ങനെ ഹജ്ജ് ചെയ്തു വരുന്ന ആളുകളുടെ വന്നാൽ ചില ആളുകൾ അവർ വിമർശിക്കാറുള്ള, വിലയിരുത്താറുള്ളത്, ഈ കടക്ക് ഉണ്ടായിട്ടോ ഹജ്ജ് ചെയ്താൽ എനിക്ക് ഹജ്ജ് എങ്ങനെ സ്വീകരിക്കാന്ന്. ഹജ്ജ് സ്വീകരിക്കും, ഹജ്ജിനൊരു കുഴപ്പമില്ല, ഹജ്ജ് സ്വീകരിക്കും. കടം വീട്ടാനുള്ള വകുപ്പ് പറഞ്ഞാൽ മതി. ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. കടവുമായി നേർക്കുനേരെ ഹജ്ജ് ബന്ധപ്പെടുന്നില്ല. ബന്ധപ്പെടുന്നത് അത് വീട്ടാൻ ശ്രമിക്കാതെ എങ്ങനെയെങ്കിലും ഹജ്ജ് ചെയ്തു വരണമെന്ന് വിചാരിക്കുന്ന ആ മനോഭാവത്തെയാണ് പണ്ഡിതന്മാർ വിമർശിക്കാറുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഹജ്ജ് സമയമായാൽ നിർവഹിക്കണം. അതിന് പ്രായം കാത്തു നിൽക്കേണ്ടതില്ല. യുവത്വത്തിലാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം. കാരണം നല്ല യാത്ര ഉണ്ട്, അധ്വാനവും ശാരീരിക അധ്വാനവും ഒക്കെ ഉണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായിട്ട് അതിന് ലക്ഷണമൊക്കെ ഒത്തുകഴിഞ്ഞാൽ, സൗകര്യങ്ങൾ ഒത്തുകഴിഞ്ഞാൽ അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നേരത്തെ അത് നിർവഹിക്കുക. രോഗം വന്ന് ഭവിക്കാം, യാത്ര ചെയ്യാൻ പ്രയാസം വന്നു ചേരാം, ആവശ്യങ്ങൾ മുന്നിൽ വന്ന് തടസ്സങ്ങൾ വന്ന് നിൽക്കാം. അതൊക്കെ വന്നു ചേരുന്നതിന് മുമ്പായിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ അത് നിർവഹിക്കണം. ആലോചിച്ച് നോക്കുക, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് എത്ര ആൾക്ക് പോകാൻ ബാധ്യതയുണ്ട് എന്ന് പരിശോധിക്കുക. സ്വന്തമാണ് വിലയിരുത്തേണ്ടത്. എന്നിട്ട് തീരുമാനിക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബാധ്യത നിർവഹിക്കാതെ, പടച്ചവനുള്ള ഒരു ഇബാദത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ നമ്മൾ മരിച്ചു പോകരുത്.
കഴിയുന്ന, നമസ്കാരം ബാധ്യതയാകുന്നത് പോലെ നോമ്പ് സക്കാത്തും ഒക്കെ ബാധ്യതയാകുന്നത് പോലെ ഒരു ബാധ്യതയാണ് ഹജ്ജ്. പക്ഷെ അതിന് ഈ സാമ്പത്തിക സൗകര്യം ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് വ്യത്യാസമുള്ളത്. അതൊക്കെ ഒത്തുകഴിഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കണം. ഓരോരുത്തരും സ്വന്തമായിട്ടാണ് അത് പരിശോധിക്കേണ്ടത്. ആ പരിശോധനയുടെ ഫലം നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഹജ്ജ് മാസത്തിലേക്ക്, ദുൽഹിജ്ജ മാസത്തിലേക്ക് കടക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് 1-ാം തീയതിയായിട്ടാണ് വരുന്നത്. 10 ദിവസങ്ങൾ പിന്നിടുന്നതോട് 10ാമത്തെ ദിവസമാണ് ഹജ്ജും ബലിപെരുന്നാളും ഒക്കെ വരുന്നത്. ഹജ്ജിലെ 10-ാം തീയതി 8-ന് തുടങ്ങും. ഒരു ദുൽഹിജ്ജ മാസം വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നൽകിയ ചില നിർദ്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നാളെ മുതൽ ദുൽഹിജ്ജ 1 തുടങ്ങുകയാണ്. ആ 10 ദിവസത്തെ പറ്റി, ദുൽഹിജ്ജ 1 മുതൽ 10 കൂടിയ ദിവസത്തെ പറ്റി, അഫ്ളലുൽ അയ്യാം, ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങൾ എന്ന് റസൂൽ പറഞ്ഞത് അതിനെ പറ്റിയാണ്. അൽ അമലു സാലിഹു ഫീഹി, ആ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് മറ്റേത് ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാളും പുണ്യകരമാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഇടയിൽ പൊതുവെ ഈ ആശയപ്രചാരത്തിലില്ല. നമ്മളത് ശ്രദ്ധിക്കണം. ദുൽഹിജ്ജ 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്, മറ്റേത് ദിവസങ്ങളെക്കാളും പുണ്യകരമാണ്. ചില പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നിടത്ത് റമളാനിലെ അവസാനത്തെ 10-നാണോ പ്രാധാന്യം, ഇതാണോ പ്രാധാന്യം എന്ന് ചർച്ച വരെ നടത്തണം. അത്ര പ്രാധാന്യമുള്ള 10 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത്. നാളെ മുതലുള്ള പെരുന്നാൾ കൂടിയ ആ 10 ദിവസങ്ങൾ. അന്ന് അമലു സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണമെന്നാണ്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ്. എന്താ സൽക്കർമ്മങ്ങൾ? നമ്മുടെ ഇബാദത്തുകളൊക്കെ നല്ല നിലക്ക് നിർവഹിക്കുക. എല്ലാ ഇബാദത്തുകൾക്കും സുന്നത്ത് കർമ്മങ്ങളുണ്ട്. സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, എല്ലാം അങ്ങനെ സദഖകളൊക്കെ ഉണ്ട്. നിർബന്ധത്തിന്റെ കൂടെയുള്ള സുന്നത്തുകൾ അതൊക്കെ വർദ്ധിപ്പിക്കുക. നമ്മുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കുക, പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കുക. നല്ല ദിവസമാണ് എന്ന നിലക്ക് കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ പുലർത്തുക. ഇതൊക്കെ ഈ അടുത്ത 10 ദിവസങ്ങൾ നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ്. പൊതുവെ നമ്മളുടെ ഇടയിൽ ഈ പ്രചാരം, ഈ ആശയത്തിന് കിട്ടാറില്ല. നമ്മൾ അതൊക്കെ അലസമായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അടുത്ത 10 ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് വലിയ ഭക്തിക്കും പുണ്യത്തിനുമൊക്കെ അമലു സാലിഹാത്തുകൾക്കൊക്കെ പ്രാധാന്യമുള്ള ദിവസമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് നമസ്കാരം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാം, പുണ്യകർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കാം. ദുൽഹിജ്ജ 9-ന് അറഫ നോമ്പ്, 9-ന്റെ നോമ്പ് നോക്കാൻ റസൂല പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുന്ന ഒരാൾക്ക് ദുൽഹിജ്ജ 9-ന്റെ അന്ന് നോമ്പില്ല. നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ദുൽഹിജ്ജ 9-ന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്തമാണ്. അള്ളാഹുവിന്റെ റസൂൽ അതിനെ പറ്റി പറഞ്ഞത് യുകഫിറു സനൽ മാളിയ, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ അതുവഴി പൊറുത്തു കിട്ടുമെന്നാണ്. അപ്പൊ അറഫ നോമ്പ് നമ്മൾ സാധാരണ പേരിൽ പറയുന്ന ആ നോമ്പ്, പെരുന്നാൾ ദിവസത്തിന്റെ തലേ ദിവസം നമ്മൾ നോമ്പെടുക്കുക. അൽഹംദുലില്ലാഹ്, അതൊരു പുണ്യകർമ്മമാണ്. പിന്നെ വേറൊരു പുണ്യകർമ്മമാണ് ദുൽഹിജ്ജ 10-ന്റെ അന്നും 11, 12, 13 ദിവസങ്ങളിലും, അഥവാ അയ്യാമു തശ്രീഖ് എന്ന് പേരുള്ള ആ ദിവസങ്ങളിലുമൊക്കെ ബലി നൽകുക എന്നുള്ളത്. ഹാജിമാർ മക്കയിൽ നൽകുന്നു. ഈ 25 ലക്ഷത്തോളം വരുന്ന ആളുകൾ 10-ന്റെ അന്നും ജംറയിൽ എറിഞ്ഞതിന് ശേഷം ബലിയറുക്കും. 11, 12, 13 ദിവസങ്ങളിൽ ബലിയറുക്കും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നവർ ആ ബലി അറുക്കും. നാട്ടിലുള്ള ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് ഇവിടെ വെച്ച് ബലി അറുക്കാം, 10-ന് അറുക്കാം. അത് അറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമസ്കാരത്തിന് ശേഷം, ബലി പെരുന്നാൾ ദിവസത്തെ നമസ്കാരത്തിന് ശേഷമാണ് അത് അറുക്കേണ്ടത്. അതിന് മുമ്പ് അറുത്താൽ റസൂൽ അതിനെ പറ്റി പറഞ്ഞത് മാംസത്തിന് വേണ്ടിയുള്ള ഒരു അറവ് എന്ന് മാത്രമേ അതിന് പറയാൻ കഴിയുള്ളൂ. ഒരു ഇബാദത്തായിട്ട് അത് മാറില്ല. അതിന് ശേഷമാണ് അറുക്കേണ്ടത്. റസൂലിന്റെ കാലത്ത് ഒരു സഹാബി അങ്ങനെ ചെയ്തു വന്നു. നബിയെ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ അറുത്താണ് പോകുന്നതെന്നാണ്. റസൂൽ അതിന് പറഞ്ഞ അതൊരു മാംസത്തിലുള്ള അറിവാകുന്നുള്ളൂ, നമസ്കാരത്തിന് ശേഷമുള്ള അറിവാണ് ബലി അറിവായിട്ട് മാറുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതും ഒരു നിസ്സാര കാര്യമായിട്ട് കാണാതിരിക്കുക. ഇത് വലിയൊരു പുണ്യകർമ്മമാണ്, വലിയൊരു പുണ്യകർമ്മമാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ ഒരുപാട് തവണ കേട്ട് അറിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമയെ ബലി നൽകാൻ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ബലി നൽകാൻ സന്നദ്ധമായ ഒരു കർമ്മം, അതിനെ പ്രതീകാത്മകമായി നമ്മൾ അനുകരിക്കുകയാണ്. മക്കളെ അറുത്തുകൊണ്ടല്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരു ബലിയില്ല, മനുഷ്യബലിയില്ല. ദൈവപ്രീതിക്ക് വേണ്ടി മനുഷ്യബലി എന്നേക്കുമായി നിരോധിച്ചു ഇസ്ലാം. മറിച്ച് മൃഗബലി നടത്തിക്കൊണ്ട് അതിന്റെ ഭയഭക്തി അള്ളാഹുവിലേക്കും അതിന്റെ മാംസം സാധാരണ എല്ലാ മനുഷ്യന്മാർക്കും പോഷക സമൃദ്ധമായ ഒരു ആഹാരവും നൽകിക്കൊണ്ട് വളരെ പുണ്യകരമായ ഒരു ഇബാദത്തായിട്ട് അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതൊരു മാംസത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിക്കരുത്. അതൊരു ആരാധനയുടെ ഭാഗമാണ്, ഒരു സമർപ്പണത്തിന്റെ ഭാഗമാണ്. മാംസം നമുക്ക് കഴിക്കാം, ഭയഭക്തി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തും. റസൂല് പറഞ്ഞത് അതിനെക്കുറിച്ച്, ബലിപെരുന്നാൾ ദിവസം ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മം അവൻ നടത്തുന്ന ബലിയാണ്. അത് റസൂൽ വിശദീകരിച്ചത്, അവന്റെ ബലിമൃഗത്തിന്റെ രക്തം ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് അവന്റെ മനസ്സ്, ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അവന്റെ മനസ്സിലെ തഖ്വ, ഭയഭക്തി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്നാണ്. ആ രീതിയിൽ ഭയഭക്തിയോടുകൂടി വലിയ പ്രാധാന്യത്തോടു കൂടി ഒരു ഇബാദത്ത് ചെയ്യുന്നു എന്ന മനോഭാവത്തോടു കൂടി ഒരു ബലി നൽകുക. സ്വന്തമായിട്ട് കഴിയുന്നവർ ഒന്ന് തന്നെ അറുക്കണം, അങ്ങനെയാണ് അതിന്റെ വിധി. പകുതി അറുക്കാൻ കഴിയുന്നവർ അങ്ങനെ അറുക്കണം. അത് നമ്മൾ തീരുമാനിക്കേണ്ട, ഓരോരുത്തരും അവനവന്റെ തീരുമാനിച്ചാൽ മതി. കഴിയും എല്ലാവർക്കും, എനിക്കത് കഴിയില്ല എന്നുള്ളത്. 4-1, 3-1, 4-1 ഒക്കെ പറയുന്നു. അല്ലെങ്കിൽ 7-1 അംശം ചേർന്നിട്ടെങ്കിലും ആ ബാധ്യത നിർവഹിക്കണം എന്നാണ്. കാരണം അത്ര പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ 100 ഒട്ടകത്തെയാണ് ബലി നൽകിയത്. അതിൽ 63 സ്വന്തം കൈ കൊണ്ട് അറുത്തു. ബാക്കി വന്നത് അലി റളിയല്ലാഹുവിനോട് അറുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. എല്ലാവർക്കും അതിന്റെ മാംസം റസൂൽ വിതരണം ചെയ്തു. നമ്മൾക്ക് കഴിയുന്ന എന്താണെന്ന് നമ്മൾ പരിശോധിക്കുക, എന്നിട്ട് അങ്ങനെ ബലി തീരുമാനിച്ച ആളുകൾ ദുൽഹിജ്ജ് 1 മുതൽ നാളെ മുതൽ ബലി അറുക്കുന്നത് വരെയും ശരീരത്തിൽ നഖം, മുടി, രോമങ്ങളൊക്കെ നീക്കാതെ ശ്രദ്ധിക്കുന്നത് ഒരു സുന്നത്ത് മാത്രമാണ്, സുന്നത്താണ്. അത്രേ ഉള്ളൂ. അത് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ അതൊക്കെ ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം കൂടി അതിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് ബലി പെരുന്നാളിന് നമ്മൾ ബാക്കി ഒരുപാട് ഓഫറുകൾ നമ്മുടെ മുമ്പിൽ വരും. നമുക്കറിയാം, കടകളിലൊക്കെ, തുണിഷാപ്പുകളിലൊക്കെ ഒരുപാട് ഓഫറുകൾ വരും. നമ്മളൊക്കെ തിരക്ക് കൂടി നമ്മളെല്ലാവരും അവിടെ പോകും വാങ്ങാനും കൊള്ളാനും. കുട്ടികൾക്കും നമ്മൾക്കൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിൽ ഒരു വലിയ ഓഫറാണ് പടച്ചോൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. മറ്റു ഏത് ദിവസങ്ങളേക്കാൾ പുണ്യകരമായ 10 ദിവസമാണ്. ഏത് ദിവസങ്ങളേക്കാൾ പുണ്യകരമായ 10 ദിവസങ്ങൾ, അതാണ് അമലു സാലിഹത്ത് ചെയ്യാൻ. ആ ഓഫർ നമ്മൾ എത്രത്തോളം വിലക്കെടുക്കുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങൾ പുണ്യം ചെയ്യാനുള്ള അവസരങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അവന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ നാഥ.